ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മലയാളി ഷാജിയുടെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകളെ പറ്റിയാണ്. ഹോട്ടൽ മാനേജ്മെന്റ് ഉദാഹരണമായിട്ട് നമ്മളൊരു ഹോട്ടൽ തന്നെ എടുത്താൽ അതിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. F&B പ്രൊഡക്ഷൻസ്, അതുപോലെ F&B സർവീസസ്, ഫ്രണ്ട് ഓഫീസ്, ഹൗസ് കീപ്പിംഗ്, ഓപ്പറേഷൻസ് തുടങ്ങിയവയാണ് ഒരു ഹോട്ടലിൽ എടുത്താൽ അതിൽ വരുന്ന പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പറയുന്നത്. അതിൽ F&B പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സെക്ഷനിൽ ഫുഡ് ആൻഡ് ബെവറേജസ് പ്രൊഡക്ഷൻ ഏരിയ അതിൽ തന്നെ ഉണ്ടാകും. ബേക്കറി ആൻഡ് കൺഫെക്ഷണറി എന്ന ബേക്ക്ഡ് ഐറ്റംസ് ഉണ്ടാക്കുന്ന സെക്ഷനാണ് ഇതെന്ന് പറയുന്നത്. അടുത്ത F&B സർവീസസ് എന്ന് പറഞ്ഞാൽ ഭക്ഷണപാനീയങ്ങൾ ഗസ്റ്റിന് നന്നായി സെർവ് ചെയ്യുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡ്രസ്സിംഗ്, കമ്മ്യൂണിക്കേഷൻ, പൊളൈറ്റ് ഡീലിംഗ് ഇവയൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വളരെ അത്യാവശ്യമായിട്ടും വേണ്ടത്. ഇനി പറയാനുള്ളത് ഫ്രണ്ട് ഓഫീസിനെ പറ്റിയാണ്. എൻക്വയറീസും ബുക്കിങ്ങും ഒക്കെ ഡീല് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. ഗസ്റ്റ് ഗ്രീറ്റിംഗ് നടത്തുന്നതും ഇവിടെ തന്നെയാണ്. സർവീസ് സെക്ഷൻ പറഞ്ഞതുപോലെയുള്ള സ്കില്ലുകളാണ് ഇവിടെയും വളരെ ആവശ്യമായിട്ട് വരുന്നത്. അതായത് സ്റ്റാൻഡേർഡ് ഡ്രസ്സിംഗ്, കമ്മ്യൂണിക്കേഷൻ, പൊളൈറ്റ് ഡീലിംഗ് എന്ന് തന്നെ പറയാം. അടുത്തതായിട്ട് പറയാനുള്ളത് ഹൗസ് കീപ്പിംഗ് സെക്ഷനാണ്. ഹോട്ടൽ ക്ലീൻ ആയി സൂക്ഷിക്കുന്നത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റുകളായിരിക്കും. ഇനി കൂട്ടത്തിൽ ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത് ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ സെക്ഷനെ നമുക്ക് പലതരത്തിൽ തരംതിരിക്കാൻ പറ്റും. തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതും മാനേജ് ചെയ്യുകയും ചെയ്യുന്നതും. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, പണമിടപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അക്കൗണ്ട്സ് ആൻഡ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ്, ഗസ്റ്റ് സേഫ്റ്റി ആൻഡ് മാനേജ്മെന്റ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ്, ഹോട്ടലിലെ സകല മെയിൻ്റെനൻസ് വർക്കുകളും ചെയ്യുന്ന എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെ ആവശ്യത്തിനനുസരിച്ച് പർച്ചേസിംഗ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പർച്ചേസ് ആൻഡ് സ്റ്റോർ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ്, മാർക്കറ്റിംഗ്, പ്രൊമോഷൻ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്ന സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നിവയെല്ലാം കൈകാര്യം ചെയ്യപ്പെടുന്നത് ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലായിരിക്കും. ഈ മേൽ പറഞ്ഞതൊക്കെയാണ് ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് പ്രധാനപ്പെട്ട ജോബ് റോളുകൾ എന്ന് പറയുന്നത്. ഇതിലേത് മേഖലയിൽ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്ത് സ്പെഷ്യലൈസ് ചെയ്യാവുന്നതാണ്. ഇനി ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പഠിക്കാൻ വേണ്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ. +2 പഠനത്തിന് ശേഷം ഏതൊരാൾക്കും ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പഠിക്കാവുന്നതാണ്. +2 മിനിമം 50% മാർക്കോടെയെങ്കിലും നമ്മൾ പാസ്സായിരിക്കണം. അതുപോലെ തന്നെ +1 +2 ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റായി നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. എന്നിവയൊക്കെയാണ് ഡിഗ്രി തല മേഖലകളിലെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത്. ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, അതുപോലെ BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി തല കോഴ്സുകളാണ് ഹോട്ടൽ മാനേജ്മെന്റ് മേഖലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സുകൾ എന്ന് പറയുന്നത്. ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് അഥവാ BHM ഒരു 3-4 വർഷ ബിരുദ കോഴ്സുകളാണ്. ഹോട്ടൽ മാനേജ്മെന്റ് മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി കവർ ചെയ്യുന്ന കോഴ്സാണ് ഇതെന്ന് പറയാം. കോഴ്സ് കഴിയുന്നതോടെ സ്ഥാപനങ്ങളിൽ നിന്നും ഡയറക്റ്റ് ഹോട്ടലുകളിലേക്ക് മാനേജ്മെന്റ് ട്രെയിനിയായും മറ്റു പ്ലേസ്മെന്റ് നൽകി വരുന്ന സ്ഥാപനങ്ങളുമുണ്ട്. BSc ഹോട്ടൽ മാനേജ്മെന്റ് 3 വർഷം ദൈർഘ്യം വരുന്നൊരു കോഴ്സാണ്. BHM പോലെ തന്നെ വൈഡ് സിലബസ് വരുന്നൊരു കോഴ്സ് കൂടിയാണ് ഇതെന്ന് പറയാം. ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളിൽ ഡിഗ്രിയോടൊപ്പം തന്നെ ഡിപ്ലോമ സർട്ടിഫൈഡ് കോഴ്സുകളുമുണ്ട്. 1 മുതൽ 2 വർഷം വരെയാണ് ഈ കോഴ്സുകളുടെയും കാലാവധി. കോഴ്സുകൾ ഏതായാലും പ്രാക്ടിക്കൽ ട്രെയിനിങ് ലഭിക്കുക, സ്കില്ല് അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ധാരാളമായി ലഭിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. KTUവിന് കീഴിലും കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിലും ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി അഥവാ BHM CT എന്ന 4 വർഷ കോഴ്സുകളുമുണ്ട്. പഠിച്ചിറങ്ങിയാൽ 20,000 രൂപ തുടക്ക ശമ്പളം കിട്ടുന്ന ഈ ഡിഗ്രിക്ക് എക്സ്പീരിയൻസ് കൂടുന്തോറും സാലറി ഉയർന്നുകൊണ്ടേയിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയാണ് ഹോട്ടൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നിരവധി തൊഴിലവസരങ്ങൾ തുറന്നിടുന്ന ഒരു മേഖലയായി ഇത് മാറിക്കഴിഞ്ഞു. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഹോട്ടൽ മാനേജ്മെന്റ് എന്ന കരിയറിന്റെ സ്കോപ്പ് വളരെ കൂടുതലാണ്. ഒരുപാട് പോസിറ്റീവ്സ് ഉള്ളതുപോലെ തന്നെ വളരെയധികം നെഗറ്റീവും ഉള്ള മേഖല തന്നെയാണ് ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിനു കാരണം നമ്മുടെ വിശേഷ ദിവസങ്ങളിൽ നമുക്ക് വീടുകളിൽ നിൽക്കാനോ സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കാനോ ഒന്നും സാധിച്ചെന്ന് വരില്ല. ജോലി സമയത്തിനും കൃത്യമായ സമയക്രമം പാലിക്കാൻ നമ്മളാൽ കഴിഞ്ഞെന്നും വരില്ല. ചെറിയ ശമ്പളത്തിൽ ഏറ്റവും ചെറിയ ജോലി ചെയ്തു തുടങ്ങി കഴിവ് തെളിയിച്ച് വേണം പതിയെ കരിയർ ബിൽഡപ്പ് ചെയ്യാൻ. BHM അഥവാ ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ കോഴ്സിന് നിങ്ങൾ അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ എന്ത് സംശയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അഡ്മിഷനും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇതെൻ്റെ വാട്സപ്പ് നമ്പറാണ്. നന്ദി.